ബാലുചേട്ടാ നമസ്കാരം. നമസ്കാരം. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കലൂർ രാജ്യാന്തര സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട് ജവഹർലാൽ നെഹ്റു രാജ്യാന്തര സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന ഈ GCDയുമായി ബന്ധപ്പെട്ട് കേൾക്കുന്ന കുറച്ച് വിവാദങ്ങളിലേക്ക് നമ്മൾ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ്. ഇന്നിപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ വാർത്ത എന്ന് പറയുന്നത് റിപ്പോർട്ടർ TVക്കെതിരെ രാജീവ് ചന്ദ്രശേഖർ എന്ന BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ 100 കോടി രൂപ മാനനഷ്ടത്തിന് വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഈ റിപ്പോർട്ടർ TV ഇതിനകത്ത് അനധികൃതമായ ഒരു കൈകടത്തൽ ഈ സ്റ്റേഡിയത്തിൻ്റെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൈകടത്തിയിട്ടുണ്ടോ, അങ്ങനെ ഒരു കൈകടത്തൽ നടത്തിയതായിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട്. പിന്നെ മെസ്സിയെ കൊണ്ടുവരുന്നതിന് സർക്കാരിനെ തെറ്റിദ്ധരിപ്പിച്ച് ചില ഗെയിമൊക്കെ ഈ റിപ്പോർട്ടർ TVയുടെ മേലധികാരികൾ മുട്ടിൽ മരമുറി കേസിലെ പ്രതികൾ ആയിട്ടുള്ള ആൻഡോ അഗസ്റ്റിനും കുടുംബവും ഇടപെട്ടിട്ടുണ്ട് എന്ന് പറയുന്നു. റിപ്പോർട്ടർ TVക്കെതിരെ അതിഭീകരമായ അധിക്ഷേപമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന് BJPയിൽ നിന്ന്, 2 മെസ്സിയെ കൊണ്ടുവരാൻ ഇറങ്ങി നാണം കെട്ടു. ചേട്ടൻ്റെ അറിവിൽ ഈ റിപ്പോർട്ടർ TVയുടെ ഇൻവോൾവ്മെൻറ്റിലെ തട്ടിപ്പുകൾ എന്താണ് എന്ന് താങ്കളൊരു വിവരാവകാശ പ്രവർത്തനം കൂടിയാണ്. എന്താണ് താങ്കൾ കിട്ടിയിരിക്കുന്ന റിപ്പോർട്ട്? സത്യത്തിൽ ഈ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ടിട്ട് റിപ്പോർട്ടർ ചാനലിൻ്റെ പേരുപയോഗിക്കുന്നതും അതുപോലെ തന്നെ അതിനകത്തെ MD എന്ന് അവകാശപ്പെട്ടുകൊണ്ട് നടക്കുന്ന മുട്ടിൽ മരമുറി കേസിലെ അടക്കം 12ഓളം കേസിലെ പ്രതിയായിട്ടുള്ള ആൻഡോ എന്ന് പറയുന്ന ആൾക്ക് അതിനകത്ത് യാതൊരുവിധ അവകാശങ്ങളും ഇല്ല എന്നുള്ളതാണ് രേഖകൾ പുറത്തുവിടുന്നത്. നിലവിൽ റിപ്പോർട്ടർ ചാനൽ, അതായത് ഇൻഡോ ഏഷ്യൻ ന്യൂസ് ചാനൽ എന്ന പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആ ചാനൽ, അതിൻ്റെ ഉടമസ്ഥാവകാശത്തിൽ ഇപ്പോഴും അതിൽ ഉടമസ്ഥന്മാർ സഖാവ് നികേഷും അതുപോലെ തന്നെ റാണി എന്ന് പറയുന്നവരുമാണ്, അദ്ദേഹത്തിൻ്റെ ഭാര്യ. അതെ. അത് കൂടാതെ കണ്ട് ഇവർ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു പുതിയ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു ഇത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് വേറൊരു കമ്പനിയോട്. അതിൻ്റെ അകത്തും KJ ജോസും അതുപോലെ തന്നെ മെൽബി ജോസും എന്ന് പറയുന്നവർ 2 പേരാണ്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഇവർ ചെയ്തിരിക്കുന്നത് അതിൻ്റെ പേര് പറയാം, യമരാജ് എൻ്റർപ്രൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഈ യമരാജ് എൻ്റർപ്രൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്നതും അതുപോലെ തന്നെ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിങ്ങിൻ്റെ ഇതും അതുപോലെ തന്നെ നമ്മളുടെ ഇൻഡോ ഏഷ്യൻ ന്യൂസ് ചാനലും ഇതിൻ്റെ രേഖകൾ എടുത്ത് പരിശോധിച്ചാൽ പൂർണ്ണമായിട്ടും ഇതിൻ്റെ അഡ്രസ്സുകളെല്ലാം ഒന്ന് തന്നെയാണ്. ഈ അഡ്രസ്സുകൾ വളരെ വ്യക്തമാണ്. റിപ്പോർട്ടർ സ്റ്റുഡിയോ കോംപ്ലക്സ്, HMT കോളനി, കളമശ്ശേരി എന്നതിനകത്ത് വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. ഇതിൽ നമ്മളുടെ ഈ KJ ജോസും മെൽബി ജോസും കൂടാതെ കണ്ട് ഈ യമരാജ് എന്ന് പറയുന്ന ഒരു എൻ്റർപ്രൈസസ് കമ്പനി, ഇതും രജിസ്റ്റർ ചെയ്തിരിക്കുന്നതിനകത്ത് വന്നിട്ടുള്ളത് ആൻഡോയുടെ ഒരു ഭാര്യ, പേര് മെൽബി, അതുപോലെ തന്നെ റെജിയുടെ ഭാര്യ ടെസി, അതുപോലെ തന്നെ നമ്മളുടെ ഒരു വലിയ ചിട്ടി മുതലാളി ആയിട്ടുള്ള ഗോപാലൻ്റെ ഒരു ബന്ധു പ്രതീഷ്, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ തന്നെ മകള് ലിജിഷ, ഇവർ 4 പേരടങ്ങുന്ന ഒരു ബോർഡ് ആണ് അതിൻ്റെയും ഇതിലുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും റിപ്പോർട്ടർ ചാനൽ എന്ന് പറയുന്നതിൻ്റെ മറവിൽ ഒരു ചാനലിനെ മറയാക്കിക്കൊണ്ട് പൊതുജനങ്ങളെയും മറ്റ് മേഖലകളെയും ഭീഷണിപ്പെടുത്തി, അതാവുമ്പോൾ ഒരു ചാനലിൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ആരും ചോദ്യം ചെയ്യില്ല എന്നുള്ള അഹങ്കാര ഭാവമായിരുന്നു മുട്ടിൽ മരമുറി കേസിലെ പ്രതി ആയിട്ടുള്ള ആൻഡോ ഈ സ്റ്റേഡിയത്തിൻ്റെ വിഷയത്തിൽ എടുത്തത് എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണങ്ങളാണ് പൊതുപ്രവർത്തകരായിട്ടുള്ള പലരും അവിടെ ചെല്ലുമ്പോൾ തടയാനിടയായ സംഭവം. ഞാൻ മനസ്സിലാക്കിയത് ബഹുമാനപ്പെട്ട നമ്മുടെ MP IB ഈഡനെ തടഞ്ഞിരിക്കുന്നു, അതുപോലെ തന്നെ നമ്മളുടെ വിനോദ് MLA തടഞ്ഞു എന്ന് പറയുന്നു. അപ്പം അങ്ങനെ അവിടെ അതിക്രമിച്ച് കയറി എന്ന് പറഞ്ഞുകൊണ്ട് ഇതര രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആൾക്കാർക്കെതിരെ GCDയെ പരാതി കൊണ്ടുപോയി കൊടുക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് മുട്ടിൽ മരമുറി കേസിലെ അടക്കം 12ഓളം കേസിൽ പ്രതിയായിട്ടുള്ള ആൻഡോയ്ക്ക് സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു തരത്തിലുമുള്ള
എഗ്രിമെന്റ് വെക്കാൻ പോലും അവകാശമില്ല എന്നിരിക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അത് ഇന്നലെ അവിടുത്തെ നടന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ വളരെ വ്യക്തമായിട്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റി പറഞ്ഞിട്ടുണ്ട്, ഒരു തരത്തിലുമുള്ള എഗ്രിമെന്റ് വെക്കാതെ കണ്ടാണ് ഇവിടെ ഈ പരിപാടികൾ നടത്തിയിട്ടുള്ളത് എന്ന്. അങ്ങനെയെങ്കിൽ ആർക്കെതിരെ കേസെടുക്കണം? നിർബന്ധമായിട്ട് കേസെടുത്തേ മതിയാവും. പക്ഷെ ആ GCDAക്കാരാണല്ലോ അദ്ദേഹത്തിന് എഗ്രിമെന്റ് ഏൽപ്പിച്ചത്. അപ്പൊ അവരും കൂടെ അറിഞ്ഞുകൊണ്ടല്ലേ അദ്ദേഹം ആ എഗ്രിമെന്റിൽ ഉണ്ടാവുള്ളൂ. അതായത് ഇതിനകത്ത് ഇപ്പോഴും ഞാൻ പറയുന്നത്, ഇന്നലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പുറത്ത് ഇപ്പോൾ ഉമാ തോമസ് MLA, ബഹുമാനപ്പെട്ട ഉമാ തോമസ് MLA വീഴാൻ ഇടയായ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ നമ്മൾ തമ്മിൽ നടത്തിയിട്ടുണ്ട്. അതിൽ പോലും ഒരു പരിധിവരെ ഉമാ തോമസിന്റെ കുഴപ്പം കൊണ്ടാണ് ഇത് വീഴാനുണ്ടായ സാഹചര്യമെന്ന് തിരുത്തി കുറിച്ച് റിപ്പോർട്ട് കൊടുക്കാൻ തയ്യാറായവരാണ് GCDA. അതുകൊണ്ട് ഇനി ഈ ആൻഡോയിനെ ചതിക്കാൻ വേണ്ടി മന്ത്രി പറഞ്ഞിട്ടാണ് ആൻഡോ ഇത് ചെയ്തത് എന്നുള്ള വ്യക്തത ഉറപ്പാക്കി പറയുമ്പോൾ റിപ്പോർട്ട് തിരുത്താൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് പറയുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പറയുന്നുണ്ട്. മന്ത്രി ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതെ മാറി പോകുന്നു എന്നുള്ളതൊക്കെ ഇവിടെ വളരെ രൂക്ഷമായിട്ടുള്ള വിഷയമാണ്. പക്ഷെ ഇവിടുത്തെ വിഷയം അതല്ലല്ലോ. ഇവിടുത്തെ നമ്മുടെ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒട്ടനവധി മരങ്ങൾ മുറിച്ച് മാറ്റിയിരിക്കുന്നു. ഞാൻ കൊച്ചിയിലെ കളക്ടർക്ക് വച്ചിട്ടുള്ള ഒരു പരാതിയാണ്. പാലാരിവട്ടം നമ്മുടെ ലിസി ജംഗ്ഷൻ മുതൽ ഏതാണ്ട് ആലുവ വരെയുള്ള ഭാഗങ്ങളിൽ ഇരുവശങ്ങളിലും വളർന്ന് പന്തലിച്ചിട്ടുള്ള മരങ്ങൾ പൊതുജനങ്ങൾക്കും വാഹനയാത്രികർക്കും ശല്യമായി കൊണ്ട് വരുന്നു. അതുകൊണ്ട് ഈ സാധനങ്ങൾ ഒന്ന് കട്ട് ചെയ്ത് ലിസി മുതൽ എടപ്പള്ളി മുതൽ ആലുവ വരെയുള്ള ഭാഗങ്ങളുടെ ഇരുഭാഗങ്ങളിലും ഇത് ചില്ലകൾ മുഴുവൻ റോഡിലേക്കാണ്. അതുപോലെ തന്നെ ലിസി ജംഗ്ഷനിൽ ജഡ്ജസ് അവന്യൂവിൽ ഒരു മരം റോഡിലേക്ക് ചെരിഞ്ഞു നിൽക്കുകയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ പരാതി കൊടുത്തിട്ട് ഇന്ന് വരെ നടപടി സ്വീകരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ കളക്ടർക്ക് പോലും നടപടിയെടുക്കാൻ പറ്റാതിരിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഒരു തരത്തിലുമുള്ള എഗ്രിമെന്റ് ഇല്ലാതെ കണ്ട് ആ സ്റ്റേഡിയത്തിനകത്തുള്ള മരങ്ങൾ മുഴുവനും മുറിച്ച് കൊണ്ടുപോകാനായിട്ട് മുട്ടിൽ മരമുറി കേസിലെ പ്രതിയായിട്ടുള്ള ആൻഡോയ്ക്ക് GCDAയോ ഇനി സംസ്ഥാന മന്ത്രിസഭയോ അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസോ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഈ സംഭവത്തെ പൊതുജനങ്ങൾ ചെറുക്കേണ്ടത് അത്യാവശ്യമാണ്. അതാണ് ഇന്നലെയും മിനിഞ്ഞാന്നും ഒക്കെ ആയിട്ട് GCDAയുടെ അവിടെ വ്യത്യസ്തമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളും യുവജന വിഭാഗങ്ങളും ഒക്കെ സമരവുമായി മുന്നോട്ട് പോയത് എന്നുള്ള കാര്യം നാം മനസ്സിലാക്കി. ആൻഡോ ജോസഫ് കുറ്റക്കാരൻ തന്നെയാണ്, ഒരു സംശയവും വേണ്ട. ആൻഡോ ജോസഫിനെതിരെ അവർ കുറ്റക്കാരനാക്കിക്കൊണ്ട് തന്നെ GCDAയിട്ട് എഗ്രിമെന്റ് വെക്കാതെ കണ്ട് ഒരു വഴിപ്പോക്കനെ പിടിച്ചിട്ട് അങ്ങോട്ട് സ്റ്റേഡിയത്തിന്റെ കാര്യങ്ങൾ മുഴുവൻ ചെയ്തോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവുമോ? അതുപോലെ അപ്പോൾ സംശയം, ഒരു മാധ്യമത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് ആൻഡോ അഗസ്റ്റിൻ ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചേട്ടൻ പറയുന്നു അത് ആ കമ്പനി ആൻഡോയുടെ പേരിലല്ല എന്ന തെളിവുകളാണ് ഉള്ളതെന്ന്. പക്ഷെ നികേഷ് കുമാർ അദ്ദേഹത്തിന് മറിച്ചു കൊടുത്തതായിട്ടാണ് നമുക്ക് പുറത്തുനിന്ന് കേൾക്കാൻ കഴിയും. ഞാൻ പറഞ്ഞത് നികേഷ് കുമാറിന്റെ പേരിലും റാണിയുടെ പേരിലുമാണ് ഇൻഡോ ഏഷ്യൻ എന്ന് പറയുന്ന ആ ചാനൽ നിലനിൽക്കുന്നത്. ആ അഡ്രസ്സിൽ തന്നെയാണ് ഇപ്പോഴും ഇവരുണ്ടാക്കിയിട്ടുള്ള ഈ ചിട്ടി കമ്പനി മുതലാളിയുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയിട്ടുള്ള എഗ്രിമെന്റ് കമ്പനികളെല്ലാം. ഇത് കള്ളപ്പണം വെളുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ ഗൂഢശ്രമം ഇതിനകത്ത് നടന്നിട്ടുണ്ട്. 70 കോടി രൂപ വെളുപ്പിക്കാൻ പറ്റിയ ഒരു അവസ്ഥയായിരുന്നു. ഇപ്പൊ ഇന്നലെ നടന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം എന്ന് പറയുന്നത് 70 കോടി രൂപ വെളുപ്പിക്കാൻ പറ്റില്ല. ഇവർ പറഞ്ഞു വച്ചിരുന്ന സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട കമ്മീഷനുകൾ, ഈ കമ്മീഷനുകളൊന്നും ഇത് നമ്മൾ കണക്ക് കൂട്ടിയിരുന്ന മാതിരി വരില്ല എന്ന് പറയുമ്പോൾ ഇനി ഏത് തരത്തിൽ ഈ സാധനത്തിനെ തിരിച്ച് മറ്റൊരു രീതിയിലേക്ക് ആക്കാമെന്നുള്ള ചർച്ചയാണ് അവിടെ നടന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും. കാരണം അവിടെ എന്ത് ചോദിച്ചു കഴിഞ്ഞാലും, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, 30,000 വരെ ആൾക്കാരെ കയറ്റാൻ പാടുള്ളൂ എന്ന് പറയുന്ന ഒരു സ്റ്റഡി റിപ്പോർട്ട് നിലനിൽക്കുമ്പോൾ അവിടെ 55,000 വരെ കയറ്റാമെന്ന് ഒരു സ്ട്രക്ചറൽ ടീമിന്റെ റിപ്പോർട്ടുണ്ട് എന്ന് GCDA പറയുന്നു. അത് ഈ 30,000 എന്ന് പറയുന്നത് ഇതുണ്ട് സ്റ്റേഡിയം ഉണ്ടാക്കിയ ആൾക്കാരാണ്. അതിനകത്ത് സിറ്റിയിലെ കൊച്ചി നഗരസഭയും GCDAയും അതുപോലെ തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കമുള്ള ഒരു ടീം ഇരുന്നുണ്ടാക്കിയിട്ടുള്ള പഠന റിപ്പോർട്ടാണ്. ആ പഠന റിപ്പോർട്ടിനെ മറികടന്നുകൊണ്ട് പെട്ടെന്ന് മെസ്സിയെ കൊണ്ടുവരാൻ വേണ്ടി ഈ കള്ളനായിട്ടുള്ള ആൻഡോയ്ക്ക് സ്തുതി പാടിക്കൊണ്ട് 55,000 ആക്കിയിട്ടുണ്ട് എങ്കിൽ അതിന്
ഈ GCDയുടെ ചുമതലക്കാർ രാജിവെച്ച് പോകണം എന്നുള്ളതാണ്. അതായത് വിശാല കൊച്ചി വികസന അതോറിറ്റി അല്ല, ഇത് വിശാല കൊച്ചി നശീകരണ അതോറിറ്റി എന്നാണ് ഇതിനെ പറയേണ്ടത്. ഇത്രയും അധപ്പതിച്ച രീതിയിലാണ് കേന്ദ്രം കൊടുത്തിട്ടുള്ള ഫണ്ടുകൾ എന്തോരമാണെന്നറിയാമോ ഈ GCDയെ ഇവിടെ ദുർവിനിയോഗം ചെയ്തിട്ടുള്ളത്. നമ്മുടെ RTI രേഖകൾ ഓരോന്നോരോന്ന് എടുത്താൽ CSML കൊടുത്തിട്ടുള്ള ഫണ്ട് ഒരു ബാത്റൂമിന് 50 ലക്ഷം രൂപ എഴുതി വെച്ചേക്കണ RTIന്റെ കയ്യിലുണ്ട്. ചേട്ടാ നമുക്ക് അപ്പോൾ ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിൻ്റെ ഇതിനകത്തുള്ള കൈകടത്തലിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. അതിൻ്റെ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ആ വിഷയം നമുക്കിവിടെ നമ്മളിപ്പോൾ തൽക്കാലം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. മറ്റൊരു വിഷയവുമായി നമുക്ക്